ഇന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫലൂദ റെസിപ്പിയാണ് കേട്ടോ. ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇത് നമുക്ക് കസ്റ്റേർഡ് പൗഡറോ കോൺഫ്ലോറോ ഒന്നും വേണ്ട. ഈ നമ്മൾ ഞാലിപ്പൂവൻ പഴമില്ലേ, അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കശ്കശില്ലേ, കറുപ്പ് കശ്കശ്, അത് നമ്മൾ വെള്ളത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് കണ്ട് അവിടെ മാറ്റി വെക്കുക കേട്ടോ. അതൊന്ന് പൊന്തി വരുമ്പോൾ നമുക്ക് അതിലിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാലാണ്, ഇവിടെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതിന് ഈ ഒരു ഗ്ലാസ് പാല് മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസ് പാൽ, പിന്നെ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് ഈത്തപ്പഴമാണ് എടുക്കുന്നത് കേട്ടോ. ഞാനൊരു 3 ഈത്തപ്പഴം എടുത്തിട്ട് അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് കണ്ടൊന്ന് മാറ്റി വെച്ച് അതിന് 3 നമുക്ക് ഒരുമിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഫലൂദയ്ക്ക് എല്ലാവരും ഉണ്ടാക്കണതാണ്. പക്ഷെ ഇനി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഈ പഴം കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിപ്പോൾ 3 മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആണെന്ന് പറയാൻ കാരണം ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കണില്ല. മധുരത്തിന് ആവശ്യമായിട്ട് ഈത്തപ്പഴം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സുകൾ നമ്മൾ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ വേറൊന്നും ചേർക്കണില്ല. അപ്പോൾ ഇനിയിപ്പോൾ 3 ഒരുമിച്ച് നമ്മൾ ഈ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലാണിത് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലെടുത്തത് 3 പഴത്തിന് 1 ഗ്ലാസ് പാലാണ് കേട്ടോ. കണ്ട, ഇതിലിപ്പോൾ നമ്മൾ കസ്റ്റാർഡും ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കസ്റ്റാർഡ് ഉപയോഗിക്കണില്ലാറ് നമ്മൾ ഈ ഞാലിപ്പൂവൻ പഴമല്ലേ, അപ്പോൾ അതിൻ്റെതായിട്ട് അതും പാലും ഈ ഈത്തപ്പഴവും കൂടി വരുന്നൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ നമ്മൾ അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സൊക്കെ അല്ലേ, ഏതൊക്കെ ഫ്രൂട്ട്സാണോ നമ്മളതിൽ ഇടാൻ റെഡിയാക്കി വെച്ചതെല്ലാതും അതിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നോമ്പിനൊക്കെ നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ പറ്റിയ ഒരൈറ്റമാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വേറൊന്നും ചേർക്കണില്ലല്ലോ. അപ്പം മധുരത്തിന് ആവശ്യമായിട്ട് ഈ ഈത്തപ്പഴവും പാലും അത്രയ്ക്കല്ലേ ഉള്ളൂ നമ്മൾ ചേർക്കണത്. ഇനിയിപ്പോൾ നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ അതിൽ എടുത്ത്, പിന്നെ നമ്മൾ ഈ പൊന്താൻ വെച്ച മറ്റേ സബ്ജാന എന്ന് പറയില്ലേ, കസ്കസ്, അതും കൂടെ അതിലിട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് ഒരിത്തിരി നമ്മൾ ഈ നന്നാരി സർബത്തൊക്കെ ഇല്ലേ, അത് കിട്ടൂലേ, അത് വാങ്ങി വെച്ചതുണ്ട്. അതുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരിത്തിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാണത് കിട്ടിയത് കേട്ടോ. കണ്ടോ, നല്ല നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന കസ്റ്റേർഡ് ഉപയോഗിച്ചുണ്ടാക്കുന്ന അതേ പരുവത്തിൽ തന്നെ കിട്ടി. അപ്പം നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്. കാരണം വേറെ ഒന്നും നമ്മൾ ചേർക്കാത്തതുകൊണ്ട് നോമ്പിനൊക്കെ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയൊരു ഐറ്റമാണ്. അതും സെറ്റായി ഇത്തിരി നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിനിപ്പോൾ മുകളിൽ ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാട്ടോ. ഞങ്ങൾ ഐസ്ക്രീമൊന്നും വെച്ചിട്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.